ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഉപ്പുമാവാണ് ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. ഉപ്പുമാവ് എനിക്ക് അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങനെ കൂടുതലായിട്ട് ഉപ്പുമാവ് തയ്യാറാക്കാറില്ലായിരുന്നു. എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് കഴിച്ച ഉപ്പുമാവ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അത്രയും രുചികരമായിരുന്നു. അതിനകത്ത് അവർ സ്പെഷ്യലായിട്ട് ഒരു ഇൻഗ്രീഡിയൻസ് ആഡാക്കിയിരുന്നു. അതെന്താണെന്ന് നമുക്കിന്ന് നോക്കാം. ആ രീതിയിൽ ഉപ്പുമാവ് തയ്യാറാക്കിയാൽ ഉപ്പുമാവ് ഇഷ്ടമല്ലാത്തവർ പോലും കഴിച്ചു പോകും. അത്രയും രുചികരമാണ്. ഇന്ന് ഞാൻ അങ്ങനെയാണ് ഉപ്പുമാവ് തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യം റവ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതുപോലെ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് 1 ഗ്ലാസ് റവയാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ആ റവ നമുക്കൊന്ന് വറുത്തെടുക്കാം. സാധാരണ വറുത്ത റവ വാങ്ങിയാലും നമുക്കിതുപോലെ നെയ്യൊഴിച്ച് ആദ്യം ഒന്ന് വറുത്തെടുക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് വളരെ രുചികരമായിട്ടുള്ള റവ തയ്യാറാക്കാം. അതിന് വേണ്ടി ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടുമ്പോൾ നമുക്ക് ഒരല്പം ഉഴുന്ന് പരിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഉഴുന്ന് പരിപ്പും അതിനൊപ്പം ഒരു 2 വറ്റൽമുളക് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ ഉള്ളി വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ ചെറിയൊരു സവാള എടുത്ത് പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അല്പം ഇഞ്ചിയും ഒരു പച്ചമുളക് 2 പച്ചമുളകും ഇഞ്ചിയും നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ക്യാരറ്റ് കൂടി ചെറുതായിട്ട് അരിഞ്ഞ് അതുകൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് കൂടി ആഡ് ചെയ്ത് എല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ ഉപ്പുമാവിൻ്റെ രുചി കൂട്ടുന്നത്. ചിക്കൻ്റെ ഗ്രേവി. നമ്മളിപ്പോൾ രാവിലെ ചിക്കൻ വെച്ചിട്ടില്ല, തലേന്നൊക്കെ ചിക്കൻ വെക്കുന്നെങ്കിൽ അതിൻ്റെ ഗ്രേവി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. ഞാൻ മിക്കപ്പോഴും അങ്ങനെ ചിക്കൻ വെക്കാറുമ്പോൾ അതിൻ്റെ ഗ്രേവി, ചിക്കൻ പീസൊന്നും വേണ്ട, ചിക്കൻ്റെ ഗ്രേവി ഒരു ബൗളിലാക്കി ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കുമ്പോൾ പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഈ ഗ്രേവി കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ഗ്രേവി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് തയ്യാറാക്കുന്ന ഉപ്പുമാവിൻ്റെ രുചി വേറൊരു ലെവലാണ്. ഇതുപോലെ തയ്യാറാക്കിയിട്ടുള്ള കൂട്ടുകാർക്ക് അറിയാം. അങ്ങനെയുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണം. തയ്യാറാക്കിയിട്ടില്ലാത്ത കൂട്ടുകാർ ഇതുപോലെ എന്തായാലും ഉപ്പുമാവ് തയ്യാറാക്കി നോക്കണം. ഇനി നമ്മൾ നേരത്തെ 1 ഗ്ലാസ് റവയാണ് എടുത്തത്. അപ്പോൾ ഒരു 1.25 ഗ്ലാസ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് റവയ്ക്ക് 1.25 ഗ്ലാസ് വെള്ളമൊക്കെ മതി. കൂടുതൽ വെള്ളമായാൽ അതങ്ങ് കുഴഞ്ഞു പോകും. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം തേങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. തേങ്ങ തിരുവി വെച്ചിരുന്ന് അതുകൂടി ആഡ് ചെയ്താൽ പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും തേങ്ങയും കൂടെ ചേർത്തിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ആ വറുത്ത് മാറ്റി വെച്ചിരുന്ന റവ ഇട്ട് കൊടുക്കാം. റവ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അപ്പോൾ തന്നെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി തീ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ തീ ഇരിക്കണം. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി ആവണം. റവ ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് അടച്ചും കൂടെ വെക്കണം. അപ്പോൾ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ഉപ്പുമാവ് തയ്യാറാവും. നമ്മൾ ലാസ്റ്റിൽ ഇതൊന്ന് അടച്ചും കൂടെ വെക്കണം. എങ്കിലേ ആ ഉപ്പുമാവ് കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടുകയുള്ളൂ. ഇതുപോലെ ഒരു 2 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വയ്ക്കാം. ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലാത്ത കൂട്ടുകാർ എന്തായാലും ഇതുപോലെ ഒന്ന് ചിക്കൻ്റെ ഗ്രേവി ഒഴിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഉപ്പുമാവ് തയ്യാറാക്കി നോക്കണം. വളരെ രുചികരമാണ്. ഉപ്പുമാവ് ഇഷ്ടമില്ലാത്തവർ പോലും വളരെ രുചികരമായിട്ട് കഴിക്കും. ഇതിനു വേണ്ടി പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. വീഡിയോ കാണുന്ന കൂട്ടുകാർ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. അതുപോലെ തുടർന്നും ഞാനിടുന്ന വീഡിയോകൾ കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഉപ്പുമാവ് തയ്യാറാക്കിയിട്ടുള്ളവരും ഇതുപോലെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അത്രയും രുചികരമാണ്. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ഉപ്പുമാവ്, പക്ഷേ ഇപ്പോൾ എനിക്കിതുപോലെ തയ്യാറാക്കിയപ്പോൾ ഒരുപാട് ഇഷ്ടം.